ആർത്തവ വിരാമം അഥവാ മെനോപോസിനെ കുറിച്ച് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ ആണ് ഹോട്ട് ഫ്ലഷസ്. അതായത് ഒരേ റൂമിൽ വൈഫും ഹസ്ബൻഡും കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന് ഒരുപാട് തണുക്കുകയും വൈഫിന് ചൂടെടുക്കുകയും ചെയ്യാം. ഇത് ഈസ്ട്രോജൻ്റെ അഭാവത്തിൽ ടെമ്പറേച്ചർ കൺട്രോൾ ബ്രെയിനിൽ മാറുമ്പോഴാണ് ഇത് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തത് ബ്രെയിൻ ഫോഗ്. അതായത് നേരത്തെ ഉണ്ടായ ഒരു ഫോക്കസും മെമ്മറിയും പലപ്പോഴും മെനോപോസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പല സ്ഥലത്ത് സാധനങ്ങൾ വെച്ച് മറക്കുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. 3, മൂഡ് സ്വിങ്സ്. വളരെ ചെറിയൊരു സ്റ്റിമുലസിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് ദേഷ്യം വരല്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകല്, അല്ലെങ്കിൽ വയലൻ്റ് ആവുന്നതെല്ലാം മെനോപോസൽ മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. 4, കൂടെ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി പ്രോബ്ലംസ്. അതായത് നേരത്തെ പോലെ നമുക്ക് യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എല്ലാം യൂറിൻ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് യൂറിനറി കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. 5, സെക്ഷൽ ഇൻ്റർകോഴ്സിനോടുള്ള താല്പര്യമില്ലായ്മ. പല സ്ത്രീകളിലും മെനോപോസ് കഴിയുമ്പോൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്, അതായത് ഈ വജൈനൽ ലൂബ്രിക്കേഷൻ കുറയുക, ഫ്രിക്ഷൻ കൂടുക, പെയിൻ വരിക, അങ്ങനത്തെ എല്ലാം ഫാക്ടേഴ്സ് കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സിനോടുള്ള താല്പര്യം കുറയാൻ സാധ്യതയുണ്ട്. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഹസ്ബൻഡിന് വൈഫിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതം കുറച്ചും കൂടെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ പറ്റും.